ഇൻ്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രിയിൽ വരുന്ന പേപ്പറാണ് ഇൻ്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സ്. 4th സെമ്മിലാണ് ഈ ഒരു പേപ്പർ വരുന്നത്. മേജർ പേപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ സിലബസിൽ പ്രധാനമായിട്ട് 5 മൊഡ്യൂളുകളാണ് വരുന്നത്. ഒന്നാമത്തെ മൊഡ്യൂൾ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്, മൊഡ്യൂൾ 2 ദ കെയ്നീഷ്യൻ സിസ്റ്റം, മൊഡ്യൂൾ 3 ദ ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂൾ, മൊഡ്യൂൾ 4 അഗ്രിഗേറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, മൊഡ്യൂൾ 5 ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ. ഇതിൽ ആദ്യത്തെ 4 മൊഡ്യൂളുകളാണ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. 5ാമത്തെ മൊഡ്യൂൾ സെമിനാർ, പ്രൊജക്റ്റ് പോലെയുള്ള പ്രാക്ടിക്കൽ അസൈൻമെൻറ്റുകളാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 1ാമത്തെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് മാക്രോ എക്കണോമിക്സ്. എന്താണ് മാക്രോ എക്കണോമിക്സ്, അതിൻ്റെ ഡെഫിനിഷൻ, ലിമിറ്റേഷൻസ്, ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. So, the term macro is derived from the Greek word macros, which means large. വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം ഉണ്ടായത്. It was for the first time used in economic literature by Ragnar Frisch of Oslo University in 1933. എക്കണോമിക് ലിറ്ററേച്ചറിൽ മാക്രോ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് റാഗ്നർ ഫ്രിഷ് ആണ് 1933. അദ്ദേഹം ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ അംഗമായിരുന്നു. മാക്രോ എക്കണോമിക്സ് ആസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് വാസ് ഡെവലപ്ഡ് ലാർജ്ലി ബൈ ദി എഫേർട്സ് ഓഫ് ജോൺ മെനാർഡ് കെയ്ൻസ്. എക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേക ബ്രാഞ്ചായിട്ട് മാക്രോ എക്കണോമിക്സ് വികസിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ജോൺ മെനാർഡ് കെയ്ൻസ് അല്ലെങ്കിൽ JM കെയ്ൻസ്. Then before 1930s there was only one economics. 1930-കൾക്ക് മുൻപ് ആകെ ഒരു എക്കണോമിക്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ്. ഇൻക്രീസ്ഡ് അറ്റൻഷൻ വാസ് ഗിവൺ ടു ദി മാക്രോ എക്കണോമിക് വേരിയബിൾസ് ഓൺലി ആഫ്റ്റർ ദി ഗ്രേറ്റ് ഡിപ്രഷൻ. 1929-30 കാലഘട്ടത്തിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലുണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ, അതായത് മഹാസാമ്പത്തിക മാന്ദ്യം, അതിനുശേഷമാണ് മാക്രോ എക്കണോമിക് വേരിയബിൾസിന് കൂടുതൽ ശ്രദ്ധ നൽകി തുടങ്ങിയത്. A revolutionary change in the field of economics was brought about by the publication of Keynes' General Theory of Employment, Interest and Money in 1936. 1936 JM കെയ്ൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് ശേഷം എക്കണോമിക്സിന്റെ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു. ദ ചേഞ്ച് വാസ് സോ ട്രമൻഡസ് ദാറ്റ് ഇറ്റ് വാസ് ടേംഡ് ആസ് കെയ്നീഷ്യൻ റവല്യൂഷൻ. അപ്പോൾ കെയ്ൻസിന്റെ ഈ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തോടെ വന്ന ഈ മാറ്റങ്ങളെയാണ് കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് കെയ്ൻസ് ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ദെൻ മാക്രോ എക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് JM കെയ്ൻസ്. എക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഇനി അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. മാക്രോ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? 2 ഡെഫിനേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് JM കോൾബർട്ട്സൺ, രണ്ടാമത്തത് ഗാർഡ്നർ എക്കലെ. According to JM കോൾബർട്ട്സൺ, macroeconomic theory is the theory of income, employment, prices and money. ഇൻകം അതായത് വരുമാനം, എംപ്ലോയ്മെൻറ്റ് തൊഴിൽ, പ്രൈസ് വില നിലവാരം, മണി പണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തത്തെയാണ് മാക്രോ എക്കണോമിക് തിയറി എന്ന് പറയുന്നത്. Then to Gardner Akle, macroeconomics is the study of the forces or factors that determine the levels of aggregate production, employment and prices in an economy and their rates of change over time. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ, മൊത്തം ഉൽപാദനം, എംപ്ലോയ്മെൻറ്റ് തൊഴിൽ, പ്രൈസസ് വില നിലവാരം, ഇതിൻ്റെ ലെവൽസിനെ അല്ലെങ്കിൽ നിലവാരത്തിനെ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സസിനെ കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. അതുപോലെ തന്നെ ഇവയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കിനെ കുറിച്ച് പഠിക്കുന്നതും മാക്രോ എക്കണോമിക്സിൽ ആണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 ഡെഫിനേഷനായിട്ട് പറയുന്നത്. Macroeconomics is also known as the theory of income and employment or income analysis. ഇനി മാക്രോ എക്കണോമിക്സിന് പറയുന്ന മറ്റു പേരുകളാണ് തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം അനാലിസിസ്. ഈ 2 പേരുകളിലും മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. The important areas that come under macroeconomics are
employment, trade cycles, monetary changes, international trade, economic growth and determination of the level of income. മാക്രോ എക്കണോമിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട മേഖലകൾ അല്ലെങ്കിൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് എംപ്ലോയ്മെൻറ്റ് അഥവാ തൊഴിൽ. രണ്ടാമത്തത് ട്രേഡ് സൈക്കിൾസ് വ്യാപാര ചക്രങ്ങൾ. 3 മോണിറ്ററി ചേഞ്ചസ് പണപരമായ മാറ്റങ്ങൾ. 4 ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം. 5 എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദി ലെവൽ ഓഫ് ഇൻകം വരുമാനത്തിൻ്റെ നിർണ്ണയിക്കൽ, വരുമാനത്തിൻ്റെ നിലവാരം എത്രയാണെന്ന് നിർണ്ണയിക്കൽ. അപ്പോൾ ഇതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട പഠന മേഖലകൾ. അടുത്ത ടോപ്പിക്ക്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്കണോമിക്സിന് പ്രധാനമായിട്ട് 2 ബ്രാഞ്ചുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സ് ആണ്, ഒന്ന് മാക്രോ എക്കണോമിക്സ് ആണ്. ഇനി എന്താണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ്, the unit of study is part rather than whole in microeconomics, whereas macroeconomics deals with the economy as a whole. മൈക്രോ എക്കണോമിക്സിൽ ഹോൾ എന്നതിന് പകരം, അതായത് ഹോൾ മീൻസ് മുഴുവൻ എന്നുള്ളതാണ്, ആ മുഴുവൻ എന്ന കൺസെപ്റ്റിന് പകരം പാർട്ടായിട്ടാണ് ഇതിൽ പഠനങ്ങൾ നടത്തുന്നത്. മൈക്രോ എക്കണോമിക്സിൽ പാർഷ്യലായിട്ട് അല്ലെങ്കിൽ പാർട്ടായിട്ടാണ് പഠനങ്ങൾ നടത്തുന്നത്. മാക്രോ എക്കണോമിക്സിൽ എന്താണ്, മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ഇക്കോണമി ആസ് എ ഹോൾ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ മുഴുവനായ പഠനത്തിനെയാണ് മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. അടുത്തത്, മൈക്രോ എക്കണോമിക്സ് ഈസ് ദ അനാലിസിസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, whereas macroeconomics is the analysis of aggregate behavior. മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെയാണ് വിശകലനം ചെയ്യുന്നത്. മാക്രോ എക്കണോമിക്സിൽ അഗ്രിഗേറ്റ് ബിഹേവിയറിനെയാണ് വിശകലനം ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിഗതമാണ് മൈക്രോ എക്കണോമിക്സ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായ പഠനങ്ങൾ, അതായത് മാക്രോ എക്കണോമിക്സിൽ അഗ്രിഗേറ്റ് ബിഹേവിയർ ആണ്, മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് വിശകലനം ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, മൈക്രോ എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്, വേറാസ് മാക്രോ എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ ദി ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. ഇനി മൈക്രോ എക്കണോമിക്സ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗിക സന്തുലിത വിശകലനം. മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് വരുന്നത്, പൊതു സന്തുലിത വിശകലനം. മൂന്നാമത്തെ പോയിന്റ്, ഇൻ മൈക്രോ എക്കണോമിക് തിയറി അനാലിസിസ് ഈസ് കണ്ടക്റ്റഡ് ബൈ അസ്യൂമിങ് ദാറ്റ് അതർ തിങ് റിമെയിൻ കോൺസ്റ്റന്റ് ഓർ സെറ്ററിസ് പാരിബസ്. ബട്ട് മാക്രോ എക്കണോമിക് അനാലിസിസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദി സെറ്ററിസ് പാരിബസ് അസംഷൻ. മൈക്രോ എക്കണോമിക് തിയറിയിൽ വിശകലനങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അസംഷനാണ് അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അതായത് മറ്റുള്ളവയെ സ്ഥിരമാക്കി നിർത്തുന്നു. ആ അസംഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് സെറ്ററിസ് പാരിബസ്. പക്ഷേ മാക്രോ എക്കണോമിക്സിൽ സെറ്ററിസ് പാരിബസ് എന്ന അസംഷൻ ഉപയോഗിക്കുന്നില്ല. നാലാമത്തെ പോയിന്റ്, വാട്ട് മൈക്രോ എക്കണോമിക്സ് ടേക്സ് ആസ് ഗിവൺ ഈസ് വാട്ട് മൈക്രോ എക്കണോമിക്സ് ടേക്സ് ആസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ടു ബി ഡിറ്റർമിൻഡ്. അതായത് മാക്രോ എക്കണോമിക്സിൽ വേരിയബിൾ ആയിട്ട് വരുന്ന ഘടകങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ ഗിവൺ ആയിരിക്കും. ഗിവൺ മീൻസ് കോൺസ്റ്റന്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമാണ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദി ഇക്കോണമി. മൈക്രോ എക്കണോമിക്സിൽ സമ്പദ് വ്യവസ്ഥയിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഫിക്സഡ് ആയിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ മാക്രോ എക്കണോമിക്സിൽ എന്താവാം, ഒരു വേരിയബിൾ ആയിരിക്കാം. ഓൺ ദി അതർ ഹാൻഡ്, വാട്ട് മാക്രോ എക്കണോമിക്സ് ടേക്സ് ആസ് ഗിവൺ ആർ ആൾ വേരിയബിൾസ് ഇൻ മൈക്രോ എക്കണോമിക്സ്. അതേപോലെ മൈക്രോ എക്കണോമിക്സിൽ വേരിയബിൾ ആയിട്ട് വരുന്ന ഘടകങ്ങൾ മാക്രോ എക്കണോമിക്സിൽ ഗിവൺ ആയിരിക്കാം. എക്സാമ്പിൾ, എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം എമംഗ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ്, ഇൻകം തുടങ്ങിയ ഘടകങ്ങൾ മാക്രോ എക്കണോമിക്സിൽ ഗിവൺ ആയിരിക്കും, പക്ഷെ അത് മൈക്രോ എക്കണോമിക്സിൽ വേരിയബിൾ ആയിരിക്കും. വേരിയബിൾ മീൻസ് മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ്, മൈക്രോ എക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് ദ കോമ്പോസിഷൻ ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ, വൈ മോർ ഓഫ് സം തിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ദാൻ അതേഴ്സ്. മാക്രോ എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ദ ലെവൽ ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് വൈ ദ ലെവൽസ് റൈസസ് ഓർ ഫോൾസ്.
ടോട്ടൽ പ്രൊഡക്ഷൻ്റെ കോമ്പോസിഷനെയാണ് മൈക്രോ എക്കണോമിക്സിൽ വിശദീകരിക്കുന്നത്. കോമ്പോസിഷൻ മീൻസ് ഘടന. അതായത് എന്തുകൊണ്ടാണ് ചില ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഉൽപ്പാദനത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് മൈക്രോ എക്കണോമിക്സ് വിശദീകരിക്കുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്താ വിശദീകരിക്കുന്നത്? ടോട്ടൽ പ്രൊഡക്ഷൻ്റെ ലെവൽ, അതിൻ്റെ നിലവാരത്തിനെ കുറിച്ചാണ്, മൊത്തം ഉൽപ്പാദനത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചാണ് മാക്രോ എക്കണോമിക്സിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ വൈ ദ ലെവൽ റൈസസ് ഓർ ഫോൾസ്, എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് മാക്രോ എക്കണോമിക്സിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അടുത്ത ടോപ്പിക്ക് നാച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ പ്രകൃതം. ഒന്നാമത്തെ പോയിന്റ്, മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. ഇറ്റ് deals with such overall economic problem as unemployment, inflation, stagnation, trade cycles and instability. മാക്രോ എക്കണോമിക്സിൽ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം, സ്റ്റാഗ്നേഷൻ മുരടിച്ച അവസ്ഥ, ട്രേഡ് സൈക്കിൾസ് വ്യാപാരചക്രം, ഇൻസ്റ്റെബിലിറ്റി അസ്ഥിരത, ഇതുപോലെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെയാണ് മാക്രോ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. ഇറ്റ്സ് വേരിയബിൾ are such aggregate quantities as national income, gross national product, aggregate employment and unemployment, prices, wage rates, interest rates and the rate of change of these variables. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട വേരിയബിൾസ്, അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? നാഷണൽ ഇൻകം ദേശീയ വരുമാനം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൊത്തം ദേശീയ ഉൽപ്പന്നം, അഗ്രിഗേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് മൊത്തം തൊഴിലില്ലായ്മയും മൊത്തം തൊഴിലും, പ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില, വേജ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്സ് പലിശ നിരക്ക് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദീസ് വേരിയബിൾസ്, ഈ വേരിയബിൾസിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്ക്. ഇത്രയും കാര്യങ്ങളാണ് നാച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദി കമ്പോണൻസ് ഓഫ് സം ഓഫ് ദീസ് അഗ്രിഗേറ്റ്സ് ഓർ ആവറേജസ് വെൻ ദാറ്റ് സീംസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ദെയർ ലെവൽ ഓർ ദെയർ ചേഞ്ച്. നേരത്തെ പറഞ്ഞ അഗ്രിഗേറ്റ്സിൻ്റെ ഘടകങ്ങളെക്കുറിച്ച്, കമ്പോണൻസിനെ കുറിച്ചും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? മാക്രോ എക്കണോമിക്സ് പഠിക്കാറുണ്ട്. ഇവരുടെ ലെവലിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിർണ്ണയിക്കാനും മനസ്സിലാക്കുന്നതിനൊക്കെ ഇതിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പഠിക്കണം. എക്സാമ്പിളാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഗവൺമെൻറ് ഗുഡ്സ്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ആദ്യം മനസ്സിലാക്കേണ്ടി വരും. കൺസ്യൂമർ ഗുഡ്സിനെ കുറിച്ചും ക്യാപിറ്റൽ ഗുഡ്സിനെ കുറിച്ചും ഗവൺമെൻറ് ഗുഡ്സിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ആൻഡ് ദ പ്രൈസ് ലെവൽ ബിറ്റ്വീൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. അതുപോലെ പ്രൈസ് ലെവൽ ആണെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൈസ് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മാക്രോ എക്കണോമിക്സ് ഡിസ്അഗ്രിഗേറ്റ് ടു ദ മിനിമം എക്സ്റ്റെൻറ്റ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സിനെ മനസ്സിലാക്കുന്നതിനാവശ്യമായ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്അഗ്രിഗേറ്റ് ചെയ്യാറുണ്ട്. കമ്പോണൻസ് ഡിസ്അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിനെ മൂന്നാക്കി തിരിച്ചതുപോലെ കമ്പോണൻസ് ആക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ രീതിയിൽ മാക്രോ എക്കണോമിക് വേരിയബിൾസിനെ ഡിസ്അഗ്രിഗേറ്റ് ചെയ്യാറുണ്ട്. അടുത്ത പോയിന്റ്, മാക്രോ എക്കണോമിക്സ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ആൻ ആക്ച്വൽ ഇക്കോണമി ഓപ്പറേറ്റ്സ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഹെൽപ്ഫുൾ ഇൻ സജസ്റ്റിംഗ് പോളിസീസ് ദാറ്റ് മേ ബി അഡോപ്റ്റഡ് ടു ഇംപ്രൂവ് ദി പെർഫോമൻസ് ഓഫ് ദി ഇക്കോണമി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കാൻ, പോളിസീസ് നിർദ്ദേശിക്കാൻ മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക്, ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ പ്രാധാന്യവും വ്യാപ്തിയും. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് ദി ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. The major economic problem faced by any nation are related to the changes in output, employment and general price level in the economy.
ഇപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രൈസ് ലെവൽ, വില നിലവാരം, എംപ്ലോയ്മെന്റ്, തൊഴിൽ, ഔട്ട്പുട്ട് മീൻസ് ഉൽപ്പന്നം, ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്കണോമിക് പ്രോബ്ലംസ് അഥവാ സാമ്പത്തിക പ്രശ്നങ്ങൾ. സിൻസ് ദീസ് വേരിയബിൾസ് കം അണ്ടർ മാക്രോ എക്കണോമിക്സ്, a study of it helps to evaluate how fluctuations in these variables emerge and how far the economy is affected. അപ്പോൾ ഇതിൽ പറയുന്ന ഈ വേരിയബിൾസ് എല്ലാം വരുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതിലുണ്ടാകുന്ന ഈ വേരിയബിൾസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് വിലയിരുത്താനും മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇത് എത്രത്തോളം ഇക്കോണമീനെ എഫക്റ്റ് ചെയ്യും, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളം സമ്പദ് വ്യവസ്ഥയെ എഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നതിനും മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ്, നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്, ഇറ്റ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് ദി ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി. രണ്ടാമത്തെ പോയിന്റ്, മാക്രോ എക്കണോമിക്സ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദി ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് പോളിസീസ്. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സാമ്പത്തിക നയങ്ങൾ. മോസ്റ്റ് ഓഫ് ദ നേഷൻസ് ആർ ഫേസ്ഡ് വിത്ത് ദി പ്രോബ്ലംസ് ഓഫ് ഓവർ പോപ്പുലേഷൻ, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് എക്സെട്ര. മിക്ക രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഒന്ന് ഓവർ പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. മാക്രോ എക്കണോമിക്സ് helps to find out why these evils are emerging and suggest remedies for the eradication of them. അപ്പം മാക്രോ എക്കണോമിക്സ് എന്തുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്താനും അത്തരം പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. An understanding of macroeconomic theory allows decision makers to anticipate changes and prepare for their effect. മാക്രോ എക്കണോമിക് തിയറിയിൽ മനസ്സിലാക്കുന്നതിലൂടെ ഡിസിഷൻ മേക്കേഴ്സിന് ഇത്തരം ചേഞ്ചസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ, മുൻകൂട്ടി കാണാനും അതിൻ്റെ എഫക്റ്റിന് ആവശ്യമായ പ്രിപ്പറേഷൻ നടത്തുവാനും സഹായിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, മാക്രോ എക്കണോമിക്സ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദി ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് പോളിസീസ്. മൂന്നാമത്തെ പോയിന്റ്, മാക്രോ എക്കണോമിക്സ് ട്രൈസ് ടു സോൾവ് ദി പ്രോബ്ലം ഓഫ് ജനറൽ അൺഎംപ്ലോയ്മെന്റ്. ജനറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന പ്രോബ്ലം പരിഹരിക്കുന്നതിന് മാക്രോ എക്കണോമിക്സ് ശ്രമിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ദ ബേസിക് റീസൺ ഫോർ ദി അഡ്വെന്റ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് എ ഡെഫിഷ്യൻസി ഇൻ ഇഫക്റ്റീവ് ഡിമാൻഡ്. കെയ്ൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ആ ഇഫക്റ്റീവ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഡെഫിഷ്യൻസി മീൻസ് കുറവ്. അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ് കുറയുന്നതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കാരണമെന്നാണ് കെയ്ൻസ് അഭിപ്രായപ്പെടുന്നത്. By rising the level of effective demand, it is possible to rise the level of employment and thereby the state of depression can be avoided. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ഡിമാൻഡിൻ്റെ ലെവല് വർദ്ധിപ്പിക്കുന്നതിലൂടെ എംപ്ലോയ്മെൻറ്റ് ലെവല് വർദ്ധിപ്പിക്കാൻ കഴിയും. കൂടാതെ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളെ പൂർണ്ണമായും ഒഴിവാക്കുവാനും കഴിയും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു, മാക്രോ എക്കണോമിക്സ് ട്രൈസ് ടു സോൾവ് ദി പ്രോബ്ലം ഓഫ് ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ദെൻ നാലാമത്തെ പോയിന്റ്, നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് ബിക്കേം ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ ദി ഒക്കറൻസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ദേശീയ വരുമാനം കണക്കാക്കേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. ദീസ് എസ്റ്റിമേറ്റ്സ് ഹെൽപ്സ് us ടു ഇവാലുവേറ്റ് ദി ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇൻ ആൻ ഇക്കോണമി. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്, വികസന പ്രക്രിയ വിലയിരുത്തുന്നതിന് ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ഗ്രോത്ത് എക്കണോമിക്സ് ഈസ് പാർട്ട് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഗ്രോത്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമാണ്. ദ റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഓഫ് എൻ ഇക്കോണമി ടു മേക്ക് പ്രോഗ്രസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിഭവങ്ങളും ആ വിഭവങ്ങളുടെ ക്യാപ്പബിലിറ്റീസും വിലയിരുത്തുന്നതിന് വേണ്ടി മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. ആറാമത്തെ പോയിന്റ്, എ പ്രോപ്പർ അനാലിസിസ് ഓഫ് മോണിറ്ററി പ്രോബ്ലം ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ സഹായത്തോടെ മാത്രമാണ് മോണിറ്ററി പ്രോബ്ലംസ്, പണപരമായ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദ ഗവൺമെൻറ് അഡോപ്റ്റ് മോണിറ്ററി, ഫിസ്ക്കൽ ആൻഡ് ഡയറക്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു കൗണ്ടർ ആക്ട് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ.
ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, ഡയറക്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്നിവ സ്വീകരിക്കുന്നു. ഏഴാമത്തെ പോയിന്റ്, മാക്രോ എക്കണോമിക്സ് ഈസ് യൂസ്ഫുൾ ഇൻ ദി അനാലിസിസ് ഓഫ് ദി കോസസ് ഓഫ് ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് ഇൻ സജസ്റ്റിംഗ് കറക്റ്റീവ് മെഷേഴ്സ്. ബിസിനസ് ഫ്ലക്ച്വേഷൻസിന്റെ കാരണങ്ങളെ വിശകലനം ചെയ്യുന്നതും അത് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. ദസ് macroeconomics helps us to understand the functioning of an economy and analyze the major changes in variables like employment, income and price level. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്കോണമിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, ഇൻകം, പ്രൈസ് ലെവൽ തുടങ്ങിയ വേരിയബിൾസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിശകലനം ചെയ്യുന്നതിനും മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക്